സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. തളരാതെ വാനവിരവിൽ നാം ചിറകടിച്ചുയർന്നിടുവാൻ. തളരാതെ വാനവിരവിൽ നാം ചിറകടിച്ചുയർന്നിടുവാൻ. ആത്മപുതുബലം ധരിച്ചിടുക, ആത്മപുതുബലം ധരിച്ചിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. മരുഭൂവിൽ നിന്നും പ്രിയനെ ചാരി മോഹനരൂപിയായി വരുന്നതാമിവളാരോ. മരുഭൂവിൽ നിന്നും പ്രിയനെ ചാരി മോഹനരൂപിയായി വരുന്നതാമിവളാരോ. പാട്ടയിലെ കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധ മണവാട്ടിയാ. പാട്ടയിലെ കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധ മണവാട്ടിയാ. സത്യസഭയെന്നറിഞ്ഞിടുക, സത്യസഭയെന്നറിഞ്ഞിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. മറന്നിടുമേ ഞാൻ, മറന്നിടുമേ എന്റെ മഞ്ഞിലെ കഷ്ടങ്ങളകിലവും ഒരു ദിനത്തിൽ. മറന്നിടുമേ ഞാൻ, മറന്നിടുമേ എന്റെ മഞ്ഞിലെ കഷ്ടങ്ങളകിലവും ഒരു ദിനത്തിൽ. കണ്ണുനീർ തുടച്ചിടുമേ, പ്രിയൻ പ്രതിഫലം നൽകിടുമേ. കണ്ണുനീർ തുടച്ചിടുമേ, പ്രിയൻ പ്രതിഫലം നൽകിടുമേ. ഞാൻ യുഗയുഗം വാണിടുമേ, ഞാൻ യുഗയുഗം വാണിടുമേ. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. മരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ വളർന്നും അരുമമണവാളൻ വരവിങ്കൽ ഗമിച്ചിടുവാൻ. മരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ വളർന്നും അരുമമണവാളൻ വരവിങ്കൽ ഗമിച്ചിടുവാൻ. ഒരുക്കങ്ങൾ തികച്ചിടുക, നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക. ഒരുക്കങ്ങൾ തികച്ചിടുക, നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക. എണ്ണപാത്രങ്ങൾ നിറച്ചിടുക, എണ്ണപാത്രങ്ങൾ നിറച്ചിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. രാത്രി കഴിവാറായി പകലറ്റമടുത്തു, മാത്ര നേരത്തിനുള്ളിൽ കടലിൽ വീഴുന്നല്ലതാ. രാത്രി കഴിവാറായി പകലറ്റമടുത്തു, മാത്ര നേരത്തിനുള്ളിൽ കടലിൽ വീഴുന്നല്ലതാ. ഉറങ്ങുകയോ, സിയോൻ യാത്രയിൽ മയങ്ങുകയോ. ഉറങ്ങുകയോ,
ശിരസേ മണവാളൻ വരവേറ്റം അടുത്തു പോയൊരുങ്ങിടുക. ഉണരുക സഭയിൽ ഉയർത്തുക ശിരസേ മണവാളൻ വരവേറ്റം അടുത്തു പോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ മണവാളൻ വരവേറ്റം അടുത്തു പോയൊരുങ്ങിടുക. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ജീവവചന ധ്യാന ചിന്തയുടെ എല്ലാ കേൾവിക്കാരെയും ഓർത്ത് ദൈവത്തിന് ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഈ വചന കേൾവിയാൽ ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കേൾവിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ബഹുമാനിക്കുന്നതിൽ മുന്നേറുന്നവരാകണം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, രക്തബന്ധമുള്ളവരെ മാത്രമല്ല, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ആ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെയും ഇനിയും വീണ്ടെടുക്കപ്പെടുവാനുള്ളവരെയും സഹോദര സ്ഥാനത്ത് കാണുവാൻ കഴിയുന്നതിലൂടെ ദൈവവചനത്തിലെ ഒരു കൽപ്പനയ്ക്ക് അനുസരണം വരുത്തുകയാണ് നാം ചെയ്യുന്നത്. രക്തബന്ധത്തിലുള്ളവരെന്ന പോലെ സഹോദരന്മാരെ വിശ്വാസത്തോടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു കൂട്ടായ്മയ്ക്കകത്ത് അപ്രകാരമായിരിക്കണം നാം സഹവർത്തിത്വം നടത്തേണ്ടത്. ദൈവസഭയിൽ ആരും ഒറ്റപ്പെട്ടു നിൽക്കുവാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്ന ഒരു ആജ്ഞ കൂടി ഈ കുറുവാക്യത്തിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏവരും സഹോദര സഹോദരിമാരും ദൈവമെന്ന ആ സ്നേഹവാനായ വലിയ പിതാവിൻ്റെ മക്കളുമാണ്. ഏവർക്കും പിതാവ് ഒരുവൻ തന്നെ. ഏവരെയും വീണ്ടെടുത്തത് ഒരേ ഒരു രക്തം തന്നെയാണ്. ഏവരും പോകേണ്ടതും ഒരിടത്തേക്ക് തന്നെയാണ്. പ്രിയരെ, ഏവരുടെയും വീണ്ടെടുപ്പ് വില ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ നാം അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ എന്ന ഈ ആജ്ഞാ ശബ്ദം നാം കേട്ട് അത് ഏറ്റെടുത്ത് അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പ്രഭാതത്തിലും ദൈവാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സഹോദരപ്രീതിയിൽ അന്യോന്യം വിശ്വാസികൾ സ്നേഹിക്കേണ്ടവരാണ്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കണം. അപ്രകാരം അന്യോന്യം സ്നേഹിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്നും ദൈവത്തിന്റെ മക്കളാണെന്നും നാം മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുകയാണ്. അന്യന്റെ എല്ലാ കുറവുകളും പരിഹരിച്ചതിന് ശേഷം നമുക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. കുറവുകളും ബലഹീനതകളും ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. ദൈവവചനം പഠിപ്പിക്കുന്നത് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാണ്. അതിനർത്ഥം സ്നേഹം മറ്റുള്ളവരുടെ കുറവുകളെയും ബലഹീനതകളെയും നോക്കുന്നില്ല എന്നല്ല. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. സ്നേഹം മറ്റുള്ളവരുടെ പാപത്തെ മറയ്ക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ തന്നെ പാപത്തെയും മറയ്ക്കുന്നു എന്നുള്ളത്. നമ്മുടെ സഹോദരന്റെ പാപത്തെ ദൈവസ്നേഹത്താൽ നാം ക്ഷമിക്കുന്നതിനനുസരിച്ച് ദൈവം നമ്മുടെ പാപങ്ങളെ മറയ്ക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുന്നുണ്ട്. ആ തിരിച്ചറിവ് പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. സഹോദരപ്രീതിയിൽ സ്ഥായി പൂണ്ട് നാം സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം കൂറും ബഹുമാനവുമുള്ളതായിരിക്കും. സഹോദരനെ സ്നേഹിക്കുന്ന വ്യക്തി സഹോദരനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അർത്ഥാൽ തൻ്റെ സഹോദരനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുകയാണ്. ഒരു ഉത്തമ വിശ്വാസിയിൽ കാണേണ്ടതായ ഒരു ഉത്തമ മാതൃകയാണ് ഇവിടുത്തെ കൽപ്പനയും അതുതന്നെ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നേറുവീൻ എന്നുള്ളതാണ്. ഇതാണ് കൽപ്പന. നാം മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാർ എന്ന് കരുതി വേണം അവരെ സ്നേഹിക്കുവാനും അതിൽ കൂടി അവരെ ബഹുമാനിക്കുവാനും. ഇങ്ങനെ നാം പെരുമാറിയാൽ
പ്രിയരെ, ഒരു കൂട്ടായ്മയിലും ഒരു കുടുംബത്തിലും ഒരു ഭിന്നതയും വഴക്കും ഉണ്ടാകുകയില്ല. ബഹുമാനവും സ്നേഹവും പദവികളും അംഗീകാരവും എല്ലാം നാം നമുക്ക് വേണ്ടി തന്നെ അന്വേഷിക്കുന്നവരായി തീരരുത്. അതിൻ്റെ പരിണിതഫലം, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരിണിതഫലം അധപ്പതനമാണ്. അത് നാം മറ്റുള്ളവർക്ക് വേണ്ടി അന്വേഷിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ കൂടി നാം അവരെ സ്നേഹിക്കുന്നു, നാം അവരെ ബഹുമാനിക്കുന്നു. ഭിന്നത എന്ന മാരകമായ വിപത്തിനെ നമ്മുടെ കൂടാരങ്ങളിൽ നിന്നും നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും ആട്ടിപ്പായിക്കുവാനോ എന്നേക്കുമായി ഒഴിവാക്കി നിർത്തുവാനോ പ്രിയരെ നാം ചെയ്യേണ്ടതായ ഒരു വിശേഷമായ സ്വഭാവത്തിൻ്റെ മുന്നറിയിപ്പാണ് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. തമ്മിൽ സഹോദരപ്രീതിയിൽ ബഹുമാനിപ്പാൻ ഉത്സാഹിപ്പീൻ എന്നത് നമ്മേക്കാൾ മറ്റുള്ളവരെ നാം ശ്രേഷ്ഠരെന്ന് കണ്ട് സ്നേഹിക്കുന്നതിൽ കൂടി സകല ഭിന്നതയുടെ ആത്മാവും നമ്മെ വിട്ട് ഓടിയകലും. ഇപ്രകാരം ദൈവവചനം അനുസരിക്കുന്നവർ ആരും സ്വന്തം ഗുണമല്ല അന്വേഷിക്കുന്നത്, മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുകയാണ്. നാം നമ്മെ ചെറിയവരും അന്യനെ വലിയവനുമായി അംഗീകരിക്കുകയാണ് ഇവിടെ. മറിച്ചാണ് സംഭവിക്കുന്നത്. നാം നമ്മെ തന്നെ ഉയർത്തുന്നവരും സ്വന്തം ഗുണം മാത്രം അന്വേഷിക്കുന്നവരുമായി വെളിപ്പെടുത്തുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഭിന്നത നമുക്ക് അധികം ദൂരത്തല്ല എന്നുകൂടി നാം തിരിച്ചറിയും. കൂടപ്പുറപ്പുകളെ, നമ്മിൽ ഇപ്രകാരം ഒരു മാനസാന്തരം ഉളവായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. നാം ഏവരും സഹോദരപ്രീതിയുള്ളവരും അന്യോന്യം സ്നേഹിക്കുന്നവരായും അതിൽ കൂടി അന്യനെ ബഹുമാനിക്കുന്നവരായും അതിൻ പ്രകാരം നാം ക്രിസ്തുവിന്റെ ശിഷ്യർ എന്ന ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നവരായും നാം മാറ്റപ്പെടും. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മിൽ പ്രസാദിക്കും. നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ കർത്താവ് നമ്മിൽ പ്രസാദിക്കണം, കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യവും തീരുമാനവും മാത്രമായിരിക്കട്ടെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ലക്ഷ്യം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ വിലയേറിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നേറുന്നവരായി തീരുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം, ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ചൊരിയണം. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, സഭ ഉണർത്തപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാനാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. മണവാളൻ വരവേറ്റമടുത്തു പോയൊരുങ്ങിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തു പോയൊരുങ്ങിടുക. മരങ്ങളാൽ നിറഞ്ഞും മരങ്ങളാൽ വളർന്നും അൽവമണവാളൻ വരവിങ്കൽ ഗമിച്ചിടുക. ഒരുക്കങ്ങൾ തികച്ചിടുക, നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക. ഒരുക്കങ്ങൾ തികച്ചിടുക, നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക. എണ്ണ പാത്രങ്ങൾ നിറച്ചിടുക, എണ്ണ പാത്രങ്ങൾ നിറച്ചിടുക.
മണവാളൻ വരവേറ്റം അടുത്തുപോയൊരുങ്ങിടുക. രാത്രി കഴിവാറായി പകലേറ്റം അടുത്തു, മാത്ര നേരത്തിനുള്ളിൽ കഴുകനും എഴുന്നള്ളാറാ. രാത്രി കഴിവാറായി പകലേറ്റം അടുത്തു, മാത്ര നേരത്തിനുള്ളിൽ കഴുകനും എഴുന്നള്ളാറാ. ഉറങ്ങുകയോ സിയോൻ യാത്രയിൽ മയങ്ങുകയോ, വീരരെ ഉറങ്ങുകയോ സിയോൻ യാത്രയിൽ മയങ്ങുകയോ, നാം വീരരെ ഗമിച്ചിടുക, നാം വീരരെ ഗമിച്ചിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റം അടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റം അടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റം